പ്രേക്ഷകരെ ഈ വീഡിയോ മാക്സിമം ഇടങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ദേ ഈ ഫോട്ടോയിൽ കാണുന്ന ഇവനെ കണ്ട, ഇവനാണ് സുനിൽ. കുപ്രസിദ്ധ കുറ്റവാളിയാണ്. കൊലപാതക ശ്രമം, മോഷണം തുടങ്ങി നിരവധി കേസുകളുള്ള കാപ്പ കേസടക്കമുള്ള ഒരു പ്രതി. ഇവനെ ഇപ്പോൾ ഇരവിപുരം പോലീസ് പിടികൂടിയിട്ടുണ്ട്. മറ്റൊന്നിനല്ല, ഒരു മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങാനെന്ന വ്യാജേന അവിടെ എത്തിയിട്ട് അവിടുത്തെ ജീവനക്കാരൻ്റെ പണമടങ്ങിയ പേഴ്സ് കൗണ്ടറിൽ കൈയിട്ട് എടുത്തുകൊണ്ട് പോയതിനാണ് ഇപ്പോൾ ഇവനെ പിടികൂടിയത്. ഇങ്ങനെയൊക്കെ ഉള്ളവന്മാർക്കല്ലെങ്കിലും ഇങ്ങനെയൊക്കെ കട്ടും മോട്ടിച്ച് തിന്നാൽ മാത്രമേ വയറ്റിൽ നിന്ന് ആഹാരം അങ്ങോട്ട് പോകത്തുള്ളൂ കേട്ടോ. ഏതായാലും നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേരെ, ഇവനെ ജനങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. സംഗതി ഇങ്ങനെയാണ്. മെഡിക്കൽ സ്റ്റോറിൽ നിന്നും പണവും രേഖകളും അടങ്ങിയ പേഴ്സ് മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിലായി. കൊല്ലം പള്ളിമുക്കിൽ കൊല്ലൂർവിള പള്ളിക്ക് സമീപത്തെ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങാനെത്തിയ വ്യാജേന എത്തിയ പ്രതിയാണ് സ്ഥാപനത്തിലെ ആളുകളുടെ കണ്ണു വെട്ടിച്ച് പേഴ്സ് എടുത്ത് കടന്നു കളഞ്ഞത്. ഈ കേസിൽ ശക്തികുളങ്ങര കന്നിമേൽ തോട്ടത്തിൽ വീട്ടിൽ സുനിലിനെ ഇരവിപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ കാപ്പ കേസടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇക്കഴിഞ്ഞ 9-ാം തീയതി വൈകിട്ട് 6 മണിയോടുകൂടി മരുന്ന് വാങ്ങാൻ എന്ന വ്യാജേന മെഡിക്കൽ സ്റ്റോറിൽ എത്തുകയും ക്യാഷ് കൗണ്ടറിന് മുകളിൽ വച്ചിരുന്ന പണവും ആധാർ കാർഡ്, ബാങ്ക് കാർഡുകളും അടങ്ങിയ പേഴ്സ് കടയിലെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെ മോഷ്ടിക്കുകയായിരുന്നു. പിന്നീട് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ട കടയുടമ ഉടൻ തന്നെ CCTV ക്യാമറ പരിശോധിക്കുകയും പരിശോധനയിൽ പ്രതിയുടെ ദൃശ്യം കാണുകയും ചെയ്തു. തുടർന്ന് ഇരവിപുരം പോലീസിന് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യത്തിലുള്ള പ്രതിയെ പോലീസ് തിരിച്ചറിയുകയായിരുന്നു. കൊല്ലം ഈസ്റ്റ്, കൊല്ലം വെസ്റ്റ്, ശക്തികുളങ്ങര എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണം, നരഹത്യാ ശ്രമം ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഈ സുനിൽ. ഇയാൾ ഇപ്പോൾ ഇരവിപുരം ഭാഗത്താണ് വാടകയ്ക്ക് താമസിക്കുന്നത്. ഇവിടെ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. ACP ഷാജിയുടെ നിർദ്ദേശപ്രകാരം ഇരവിപുരം സബ് ഇൻസ്പെക്ടർ അഭിഷേക്, വിപിൻ, CPOമാരായ സജിൻ ചന്ദ്രൻ, വൈശാഖ്, അൽസോഫിർ എന്നിവർ അടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രേക്ഷകരെ, ഇതുപോലെ വിയർപ്പിൻ്റെ അസുഖം ബാധിച്ച ഇവനെ ജനങ്ങൾ എല്ലാവരും ഒന്ന് തിരിച്ചറിഞ്ഞു വെച്ചേരെ. കാരണം ഇവനൊക്കെ ക്രിമിനൽ മൈൻഡുകളാണ്. ഇത്തരത്തിലുള്ള ആൻറ്റി സോഷ്യലുകളെ ഒരു നാട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളതല്ല. മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക.